തരമാറ്റിലണമെങ്കിൽ ആദർശ് നവ്യയോട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്തത്, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ നവ്യ പറയുന്നുണ്ട്, നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആദർശേട്ടാ ഞാനെല്ലാം ചെയ്തത്. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ അല്ല ഞാനിതെല്ലാം ചെയ്തതെന്ന് ആദർശിനോട് നവ്യ വ്യക്തമാക്കുകയാണ്. ഇതേ സമയം ആദർശേട്ടന് നിരന്തരമായും മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നത്, ഞാനാണ് നിങ്ങളുടെ പുറകിൽ ശത്രു ഉണ്ടായിരുന്നപ്പോഴും ഞാൻ തന്നെയാണ് മെസ്സേജ് അയച്ചത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നിനു വേണ്ടിയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അഭിയുടെ നാശത്തിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതും ചെയ്തതും ആദർശേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. ആദർശേട്ടനെ മനഃപൂർവ്വം വേദനിപ്പിക്കാനല്ല ഇപ്പം ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിയെ തകർക്കണം, അവൻ്റെ അച്ഛനെ തകർക്കണം, AN ജ്വല്ലറിയെ തകർക്കണം എന്നൊരൊറ്റ ചിന്തയെ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് നവ്യ പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, കൂട്ടുകാരെ,